ദുരന്ത ഭൂമി സന്ദർശിക്കാൻ ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം? നമുക്ക് കഴിഞ്ഞ 9 ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ അത്രയും ടെൻഷനിലാണല്ല, എന്തെങ്കിലും റിസൾട്ട് വരും. നിങ്ങളെ അധികം ന്യൂസ് 18 ആയാലും ബാക്കിയുള്ളതിലൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില അനുകൂലമായിട്ടുള്ള വരുമ്പോൾ ഇന്നത്തോടെയെങ്കിലും ഒരു വിഷയങ്ങൾക്ക് തീരുമാനമാവണമെന്ന് കരുതി, പക്ഷേ ഒന്നും ആവുന്നില്ല. അപ്പം നമ്മൾ അവരുടെ കുടുംബക്കാരായി ബന്ധപ്പെട്ടു. അപ്പം നമ്മളിപ്പോൾ നേരെ വന്നു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല. എന്നാലും നമുക്ക് നേരെ തന്നെ നമ്മളിങ്ങനെ കേട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഇന്നലെ രാത്രി ഉറക്കൊഴിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ വന്നിരിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് കാർവാറിലെ സ്റ്റോപ്പുള്ളൂ, കുന്താപുര കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ചും കൂടെ അങ്കോളൻ്റെ അങ്ങോട്ട് പോയി. അപ്പം ഇന്നലെ ഉറക്കൊന്നും ശരിയായില്ല. അപ്പം പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ നോക്കുന്നത് വെച്ചാൽ ജനറലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളേതടക്കം ചാനലിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ജനങ്ങളും അവരൊക്കെ എന്ത് പറയുന്നു അതും കൂടെ നോക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും എന്നെ വിഷമിപ്പിച്ച കാര്യം നമ്മളിപ്പോൾ എപ്പോഴും അർജുൻജി അവരെ കുടുംബത്തെക്കുറിച്ചും അവരെ ലോറിയെക്കുറിച്ചും പറയുമ്പോൾ ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവിടെ ഒരു തട്ടുകടയെക്കുറിച്ചൊക്കെ ആളുകൾ ഇങ്ങനെ വളരെ ഇതിൽ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തിട്ടോ. ആ വീട്ടിൽ 5 ആൾ മരിച്ചിരുന്നു. അതൊക്കെ നമ്മൾ ജനറലി നമ്മൾ കൂടുതൽ ഒരു മലയാളി ആയതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മൾ മലയാളികളെ കുറിച്ച് ചിന്തിച്ചതാണ്. അവർ മലയാളം സംസാരിക്കും, മലയാളികളുമായി അത്രയും ബന്ധം, അതാണ് ഈ ലോറികളൊക്കെ ഇവിടെ താവളമാക്കിയത്. അതെ. അപ്പോൾ എനിക്കത് ഭയങ്കര ഫീൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എവിടെയും ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു ഒബ്സർവേഷൻ എന്നുള്ളതാണ്. അല്ലാണ്ട് ഇന്നത് ഞാൻ കണ്ടു ഇന്നത് പറഞ്ഞു എന്നുള്ളതിനെക്കാട്ടിയല്ല, എനിക്കിത് ആരെയും ബോധിപ്പിക്കാനല്ല, എനിക്ക് തന്നെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഘടകം അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ജനങ്ങളെല്ലാം ആ 5 പേര് ആ കുടുംബത്തിലെ മരിച്ചതെന്ന്. അയാൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ലോറിക്കാർക്കൊക്കെ ഇതുണ്ട്. പലരും പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുറമേന്ന് കണ്ടപ്പോൾ ഒരു ഹോട്ടൽ വീണു എന്നല്ല വിചാരിച്ച്. അതൊന്ന്. പിന്നെ ഞാൻ വന്ന ആ സ്പോട്ടിൽ തന്നെ എനിക്കൊരു സന്തോഷം തോന്നിയൊരു കാര്യം, അല്ല ഈ ലോറിയുടെ ഒരു പാർട്ട് കിട്ടിയെന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് കേൾക്കുന്ന ഒരു ന്യൂസ് ഇതാണ്. ഇന്ന് എന്തെങ്കിലും അല്ല, ഇപ്പോഴും നമ്മൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അപ്പോൾ അവർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നൊരു നല്ല വാർത്ത കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ പുതിയ സിനിമ കേരള ലൈവ് എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ടാണ് വരുന്നത്. 2 ദിവസമായി ഇങ്ങനെ ആലോചിക്കുന്നു. മനസ്സിനൊരു വിഷമം കൊണ്ടാണ്. കാരണം ഇപ്പോൾ നമ്മളവിടെ പുത്തുമല നമ്മുടെ വയനാട്ടിലൊക്കെ നടന്ന ഓരോ സംഭവങ്ങൾ വരുമ്പോഴും പ്രളയം വന്ന സമയത്ത് ഞാൻ 2 മാസം നിങ്ങൾക്ക് അറിയുമെന്നല്ല, ഞാൻ വയനാട്ടിൽ തന്നെ ഇരുന്നുണ്ട്, കൽപ്പറ്റ തന്നെ ഇരുന്ന് നമ്മൾ ചെയ്യുകയായിരുന്നു. അതേസമയം ഈ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ നിലമ്പൂരിലായാലും ആളുകൾ താന്നുപോയി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ അവർക്കൊരു ജോലി എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് വരില്ല. അല്ല, നമ്മളാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്ന് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു പ്രയാസം ഉണ്ടല്ലോ. അല്ല, അതും കൂടെ ആലോചിച്ചിട്ടാണ്. പക്ഷേ പിന്നീട് ഞാൻ അങ്ങനെ ആലോചിച്ചു, നമുക്കൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് കാര്യങ്ങളൊന്നും നേരെ കാണാന്നുള്ളതിൽ ഞാനത് തൽക്കാലം ഷൂട്ടിംഗ് മാറ്റി വെച്ച് വന്നതാണ്. എന്തായാലും ഇന്നൊരു മുകളിൽ ഇപ്പോൾ സന്ദർശിക്കൊണ്ടായി നമ്മൾ ഒരുമിച്ചാണ് പോയത്. എന്ത് തോന്നുന്നു ആ ഒരു പ്രദേശമൊക്കെ കാണുമ്പോൾ? ആ ഹോട്ടലൊന്നും ഇപ്പോൾ കാണാനില്ല, ആ വീട് കാണാനില്ല. താങ്കൾ പറഞ്ഞ പോലെ തന്നെ 5 പേര് ഒരേ കുടുംബത്തിൽ എല്ലാവരും പോയി, ചെറിയ പിഞ്ചുകുട്ടികൾ. ഇപ്പോൾ എന്താണ് അവിടെ എത്തുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടായത്? വല്ലാത്തൊരു വിഷമാണ്. മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ചാനൽ പ്രവർത്തകരും അവിടെ കൂടിയ സുരക്ഷാ പ്രവർത്തകരും ഞാൻ അവിടെ നിന്നപ്പോൾ ആലോചിച്ചു, കാര്യം ഇങ്ങോട്ട് ആരും കടത്തിവിടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സുരക്ഷാ പ്രവർത്തകരോട് ഒരു ചെറിയ ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞു വളരെ കറക്റ്റാട്ടോ. കാരണം നമ്മളിപ്പോൾ തന്നെ അവിടെ നിൽക്കുമ്പോൾ നല്ല മഴയായിരുന്നു, ഏത് സമയത്തും വീണ്ടും ഇടിയാം. അല്ല, ആ പ്രതലം ഇപ്പം നോക്കുമ്പോൾ ഇവിടെ എന്നോട് അവിടുത്തെ ജനങ്ങൾ സാർ ഇവിടെ ഹോട്ടലുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, ഇവിടെ ഹോട്ടലുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥ. കാരണം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വെറും പുഴ ഒഴുകുന്നതായിട്ടോ കാണുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, സാർ പുഴ എവിടെയാണ്? പുഴ അപ്പുറമുള്ള പുഴയെല്ലാം കൂടെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ആളുകളും എൻ്റെ അഭിപ്രായത്തിൽ, അല്ല അങ്ങനെ പറയല്ല, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, വളരെ റിസ്ക് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അവർ ചെയ്ത് കറക്റ്റ് തന്നെയാണ്. കാരണം കൂടുതൽ ആളുകൾ വരണ്ട, കാരണം ഇനിയും ഇടിയാലോ, ഒരു തവണ ഇടിഞ്ഞെങ്കിൽ വീണ്ടും ഇടിയാലോ. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നിന്ന സമയത്ത് വന്ന ഒരു ഭീകരമായ മഴയൊക്കെ അത് കാണുമ്പോൾ നമുക്ക് ഓൾറെഡി ഇടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെന്നെ എന്തിൻ്റെയൊക്കെ മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അറിയുന്നില്ല, കാരണം ഇപ്പൊക്കെ മണ്ണായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളും ഇതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഇവിടെ കാലാവസ്ഥ ഒക്കെ വളരെ പെട്ടെന്നാണ്, വലിയ ശക്തമായ മഴ, വലിയ കാറ്റ് ഒക്കെ വരുന്നുണ്ട്. ഏതായാലും ഈ ചൊവ്വാഴ്ച 9 ദിവസമായിരിക്കുന്നു ഇത്രയും രക്ഷാപ്രവർത്തനമായി ഒരു ലോറി കണ്ടെത്താൻ പോലും നമ്മളെ സംവിധാനം വൈകുന്നത്, അതിൽ ആശങ്കയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട് സാർ. ഞാൻ ഇവിടുത്തെ ആളുകളോടും ഈ വിഷയമൊക്കെ ചെറുതായിട്ട് ചോദിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആദ്യത്തെ 3 ദിവസം ഒരു സാധാരണഗതിയിലുള്ള സെർച്ച് നടത്തിയില്ല എന്നല്ല കേട്ടോ, ഒരു സാധാരണഗതിയിലുള്ളതാണ് വന്നത്. നമ്മുടെ ഈ അർജുൻ ലോറിയുടെ ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഒന്നുകൂടെ ലൈവ് ആയെന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവരെങ്ങനെയാണ് അതിനൊക്കെ കണ്ടതെന്ന് അറിയില്ല. ഈവൻ അവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ ഇവർക്ക് വേണ്ടി തിരയുന്ന ലോറിക്ക് വേണ്ടി തിരയുമ്പോൾ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കിട്ടി. അല്ല, അത് മാത്രം ആലോചിച്ച് നോക്കും. ആ സ്ത്രീയുടെ ആളുകൾ പറഞ്ഞാണ് ഈ സ്ത്രീയെ മിസ്സിങ് ആണെന്നുള്ളത് പോലും അവർക്ക് അറിയില്ലായിരുന്നു. അതിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലെ സ്ത്രീയാണ്. അല്ല,
അതുപോലും ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആരൊക്കെയാണ് ആ ഏരിയയിൽ എത്ര പേരുണ്ട് അല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കിട്ടിയതിന് ശേഷമാണ് അത് ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളത് ഒരു കാര്യം. പക്ഷേ കിട്ടിയപ്പോൾ ഇതാരാണ്, ഞങ്ങളെ ലിസ്റ്റിൽ ഇതില്ലല്ലോ എന്നാണ് ഫസ്റ്റ് ഇവിടുത്തെ ചിന്ത വന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്ന അപ്പോൾ ഒരു മനുഷ്യജീവനെ കുറിച്ച് പോലും അല്ലെങ്കിൽ ആ വീട്ടുകാർ നമ്മളോട് പരാതിപ്പെട്ടിട്ടില്ല, അതും അല്ലെങ്കിൽ നമ്മൾ കിട്ടിയതിന് ശേഷമാണ് അവർ പോലും പറയുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ ചെറിയൊരു ഇതുണ്ട്. അതായത് ഇപ്പൊ അർജുൻ ആർക്കും വ്യക്തിപരമായി പരിചയമില്ല, ഇപ്പൊ താങ്കൾ പോലും പരിചയമുണ്ടായില്ല. ഇപ്പൊ അർജുൻ എന്ന് പറയുന്നത് മലയാളികളുടെ ഏവരുടെയും ഒരു വീട്ടിലെ അംഗം അതുപോലെ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ നമ്മളെ ദിവസം എല്ലാവരെ പോലും നമ്മളും പ്രാർത്ഥിക്കുന്നത് എന്തെങ്കിലും കിട്ടും. സത്യം പറഞ്ഞാൽ നിങ്ങളെ ഓരോ ബ്രേക്കിംഗ് ന്യൂസൊക്കെ ന്യൂസ് 18-ലൊക്കെ ഒരു ബിഗ് ബ്രേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ എന്തോ ഒരു ഇപ്പോഴും നമ്മൾ പോയിട്ട് അവിടെ അല്ലേ തടിയുടെ എന്തൊക്കെയോ കയറൊക്കെയാണ് കിട്ടിയതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെ ലോറിയുടെ ആയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോഴും ഹോപ്പ് നമ്മൾ വിട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു തുടക്കം നമ്മൾ അവർ കുറച്ചും കൂടെ മണ്ണാണ് എടുത്തിരുന്നത്, പക്ഷെ തുടക്കം മുതലേ പുഴയിലേക്ക് വരണമായിരുന്നു എന്ന് തോന്നി എനിക്ക്. ആ സൈഡ് കണ്ടപ്പോഴും അല്ല ഒരു മനഃശാസ്ത്രപരമായിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഒരു സാധനം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പുഴയിലേക്കല്ലേ വീഴുന്നു, ഇവിടെ അല്ലല്ലോ നമ്മൾ കുഴിക്കുക, അല്ല മണ്ണിൻ്റെ അടിയിലേക്ക് താന്നു പോയോ എന്നുള്ളതിനേക്കാൾ. പക്ഷെ എന്താണ് അവിടെ നടന്നത്, നമ്മളിപ്പോൾ ആരെയും കുറ്റം പറയുന്നില്ല, എന്താണ് അതിൻ്റെ ആരംഭകാലത്ത് ചെറിയൊരു ഇത് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി പിന്നെ ഇപ്പൊ പക്ഷേ ഞാൻ ഇപ്പൊ കാണുമ്പോൾ ഫുൾ ഫ്ലോറാണ് കേട്ടോ. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു ദുരന്ത നിവാരണ സ്ഥലങ്ങളിൽ നിൽക്കുന്നതായിട്ടും 100-110% അവർ കടത്തിവിടുന്നതും ചെയ്യുന്നതൊക്കെ എനിക്കത് ഇപ്പോൾ ഒക്കെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നു. നമ്മളെ മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഇങ്ങനെ ആയിരുന്നോ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ആദ്യ ദിവസം ഇങ്ങനെ ആയിരുന്നില്ല എന്നാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു സിനിമാ ചിത്രീകരണം പോലും നിർത്തിവെച്ച് ഇങ്ങോട്ട് വന്നു എന്നുള്ളത്. ആ ഒരു മനസ്സ് ഇവരെ ഈ ഒരു സ്ഥലം കാണണം, ഏതെങ്കിലും ബന്ധുക്കളെയോ അല്ലെങ്കിൽ ഈ പ്രദേശത്തുകാരെ ആരും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ബന്ധുക്കളെ ഞാൻ ജസ്റ്റ് കോൾ ചെയ്തിരുന്നു. ഇവർ ഇവിടെ തന്നെ ഉണ്ട്. അവരെന്നോട് പറഞ്ഞിരുന്നു കേട്ടോ, സന്തോഷ് സാറെ വന്നാൽ നിങ്ങൾക്ക് ഉള്ളോട്ട് അവർ കടത്തലുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇവന് കടത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഏരിയ ഒന്ന് കാണാമല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഒന്നും ഇല്ലെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അവിടെ അവർ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും ഞാൻ ഇത്രയേ നോക്കുന്നുള്ളൂ, ആ ഏരിയയിലെ ജനങ്ങളോട് നോക്കുക. അതേപോലെ മരിച്ച കർണാടകയിലെ കുറച്ച് ജനങ്ങളുണ്ട്, അവരെ വീട്ടിൽ ചെല്ലണമെന്നുണ്ട്. ഞാൻ അവിടെ ചോദിച്ചു, സാർ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് പോകുന്നത്? സാർ നമ്മൾ മലയാളത്തിൽ ഇതുള്ള പോലെ അല്ലല്ലോ സംസാരത്തിന്, അല്ലെങ്കിൽ ഹിന്ദി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരെയാണ് അങ്ങോട്ടാന്നൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ആ വീട്ടിൽ പോകണമെന്ന് എന്തെങ്കിലും അവരെ സഹായിക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷെ അത് ആരെങ്കിലും എനിക്ക് ഈ ഏരിയയിലുള്ള ഒരാളല്ലേ സാർ പറഞ്ഞു തരേണ്ടത്. ഒരുപാട് ചാരിറ്റി നേരത്തെ നടത്തിയ ഒരാളാണ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും അല്ല ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ അത് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ആ വീട്ടുകാരെ ഏതെങ്കിലും ആ ഏരിയയിൽ ഞാൻ ഒന്നുകൂടെ ശ്രമിക്കുന്നുണ്ട്. ആ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ ആ വീട്ടുകാരിൽ ഒന്ന് പോകാൻ വിചാരിക്കും. അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റ് പോലെ ഒരുപാട് പേരുണ്ട് ഈ സ്ഥലം ഒന്ന് കാണാൻ. ഇതിൽ ഇത്രയും ദിവസം ഈ വാർത്ത ഇത്തരത്തിൽ കൃത്യമായി നോക്കി ഓരോ ഇതിന്റെ വിവരങ്ങളും അറിയാൻ എന്തായാലും ഒരുപാട് പേരുടെ ഒരു വീട്ടിലെ അംഗമായി ഇപ്പോൾ അർജുൻ മാറിയിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കെ ബി ബൈജു, ന്യൂസ് 18, ശിരൂർ.